ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേരാനുള്ള അതിജീവിതയുടെ അപേക്ഷയും സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പ്രത്യേക അന്വേഷണ സംഘവും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. മുസിനാസുണ്ട് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന്. മുസിന, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമാണ്. അഥവാ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഇന്ന് എന്തൊക്കെ സംഭവിക്കും? രാഷ്ട്രീയ കേരളത്തിൽ ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എന്താകുമെന്നുള്ളൊരു ആകാംക്ഷ നിറഞ്ഞ ദിവസം തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷ തള്ളുമോ അഥവാ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും ഏതാനും നിമിഷങ്ങൾക്കകം അറിയാം. എന്താണെങ്കിലും കോടതി പരിസരത്ത് ആളുകൾ കൂടുമെന്നുള്ളത് ഉറപ്പാണ്, പ്രതിഷേധം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാലക്കാട് നമ്മൾ കണ്ടതാണ്, അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. എന്താണെങ്കിലും വിധി നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ കേസിൽ, അതായത് അതിജീവിതം നൽകിയ കേസ് വളരെ ഗൗരവമുള്ളതാണ്. ലൈംഗിക പീഡന പരാതിയാണ്. സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘം ഗുരുതരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണിന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്താണെങ്കിലും ഹൈക്കോടതി എന്താണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്, അതുവരെ ആ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളൊരു നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിരുന്നു. എന്താണെങ്കിലും അതുകൊണ്ട് രാഹുൽ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ സജീവമാണ്. ഈ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷമൊക്കെ തന്നെ ഉയർന്നു വന്നൊരു സംഭവം തന്നെയാണ്. എന്താണെങ്കിലും അതിജീവിത ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഹർജിയിൽ കക്ഷി ചേരുന്നുണ്ട്. അതുപോലെ തന്നെ SIT പ്രത്യേക അന്വേഷണ സംഘവും ഈ ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും 10 മണിയോടുകൂടി തന്നെ കോടതി ആദ്യ കേസിൽ തന്നെ ഇത് പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മുസിനാസുമാണ് വിവരങ്ങൾ നൽകിയത്.